ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ഔട്ടിങ്ങിൻ്റെ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇന്നലെ ശനിയാഴ്ച ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ കുറച്ച് ഇവിടെ ഒരു ഡാമുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ നമുക്കിവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ പോകാനായിട്ട്. രണ്ട് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്നെന്ന് പറഞ്ഞാൽ ഒരു പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്ക്. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ഡാമാണ്. ഈ ഡാമിൻ്റെ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഫോറസ്റ്റ് ആണ്, അതിനകത്തൊരു വലിയ ഡാമാണ്, കുറേ വെള്ളമൊക്കെ ഉള്ള ഒരു ഡാമാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ആ ഫോറസ്റ്റിനകത്ത് തന്നെ അവരിങ്ങനെ അവരുടെ ട്രഡീഷണൽ എല്ലാം ഇങ്ങനെ അതായത് സ്റ്റാച്ചു ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ കുറേ മൃഗങ്ങളെയൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ എന്തോ ഒരു കാടായിരുന്നു കേട്ടോ. ഇതൊക്കെ വെട്ടി ആക്കിയാണ് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ മൽക്കാൻഗിരിയിലെ കുറേ ട്രഡീഷൻ നമുക്കവിടെ പോകുമ്പോഴത്തേക്ക് അവരവിടെ എന്തോ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റാച്ചു ആയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും വേറെ രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഈ കാട്ടിലൊക്കെ മാനയൊക്കെ വെച്ച് വെക്കണ കാണുമ്പോൾ നോക്കും, അവിടെ മാൻ നിൽക്കുന്നത് പോലെ അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ പോയപ്പോൾ നല്ല വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ബോട്ടിങ്ങിനൊന്നും പോകാൻ പറ്റത്തില്ല. വൈകുന്നേരം അല്ലാതെ പോകാനും പറ്റത്തില്ല, കാരണം ഭയങ്കര വെയിലാണ്. ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെ പോകാമെന്നൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് എന്തോന്ന് വെച്ചാൽ ലാസ്റ്റ് ബോട്ട് പോയി. അപ്പോൾ ഇനി ബോട്ടിങ് നാളെ ഉള്ളെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ദിവസം പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് അത്ര ദൂരമൊന്നുമില്ല, ഒരു 8 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ, സാറ്റിഗുഡ എന്നാണ് ഡാമിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതാണ് കാണുന്നതാണ് ആ ഡാം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പോയി കണ്ട ഫ്രോഗിനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം കണ്ട എനിക്ക് നേരത്തെ ഭയങ്കര വട്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായ ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്, പിള്ളേർ ഇറങ്ങുന്നതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ദൂരെ നിന്ന് കാണത്തേ ഉള്ളേ. അപ്പം നല്ല വെള്ളമുണ്ട്, അങ്ങനെയുള്ള ഒരു വലിയ ഡാമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല കാറ്റാണ്. ഇത്രയും ചൂടുണ്ടെങ്കിലും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നല്ല കാറ്റാണ് ഫുള്ള്. ബാക്കി സൈഡ് അവിടെ നിന്ന് നോക്കുമ്പോൾ ഫുള്ള് ഫോറസ്റ്റ്, നമുക്ക് മലകളും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിനകത്ത് 1 മണിക്കൂർ എന്തോ ബോട്ടിംഗ് ഉണ്ട്, അങ്ങ് അറ്റം വരെ അവർ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ നമുക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള മീൻ, അപ്പോൾ ഈ ഡാമിലാണ് മീൻ വളർത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് മീനൊക്കെ, ഇവിടെ ഈ വളർത്തു മീനൊക്കെ കൊണ്ടുപോയി നമുക്ക് വിൽക്കുന്ന ഞങ്ങളൊക്കെ വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡാമിൻ്റെ അടുത്ത് നമ്മൾ ഫ്രഷ് മീനൊക്കെ കിട്ടും. ഞങ്ങളിവിടെ പോയാണ് ആഴ്ചയിൽ ഒരു ദിവസം പോയി മീൻ വാങ്ങുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പോയി കണ്ടു, നല്ല രസമായിരുന്നു. പക്ഷേ ബോട്ടിങ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വിചാരിച്ച് വേറെ ദിവസം പോകാമെന്ന്. അപ്പം എനിക്കുണ്ടായ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു 3-ലോ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ വെള്ളത്തിൽ വീഴുന്നു. അപ്പോൾ എനിക്ക് വെള്ളം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ ഇങ്ങനെ കയറി കളിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ അവിടെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു കുളത്തിൽ ഇങ്ങനെ ഞാൻ കളിക്കാൻ പോയ സമയത്ത്, കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അതിനകത്ത് വീണു പോയി. അപ്പോൾ എന്നെ പിടിക്കാൻ വന്ന എൻ്റെ ചേച്ചി ഞാൻ പിടിച്ച് അതിനകത്ത് ഇട്ടു. പിന്നെ അത് കണ്ടിട്ട് എൻ്റെ അമ്മ വന്നിട്ട് അവിടെ അതിനകത്ത് ചാടി. അങ്ങനെ ആയി. എനിക്കിപ്പോഴും വെള്ളം കാണുമ്പോൾ എനിക്ക് ആ ഒരു ഇൻസിഡൻ്റൊക്കെ ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ദൂരെ നിന്നേ വെള്ളത്തിൽ കളിക്കത്തുള്ളൂ. എനിക്ക് പേടിയാട്ടോ. എന്നാലും കുറച്ചൊക്കെ വെള്ളമുള്ള സ്ഥലത്തൊക്കെ ഞാൻ ഇറങ്ങും. അതുകൊണ്ട് തന്നെ എൻ്റെ ഇളയ മോൻ എന്നെ പോലെയാണ്, ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാൻ. മൂത്താളിനും ഇഷ്ടമാണ്. അങ്ങനെ എന്തായാലും നമ്മൾ കുറേ നേരമൊക്കെ അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോണതിൻ്റെ മുകളിൽ ഗ്ലാസ് ബ്രിഡ്ജാണ്. പക്ഷേ അവിടെ കയറണമെങ്കിൽ എക്സ്ട്രാ 10 രൂപ കൊണ്ട് പേ ചെയ്യണം. പക്ഷേ ഇപ്പം അത്ര ഭംഗിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, അതായത് വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ കയറിയില്ല. അപ്പോൾ നല്ല ഫോട്ടോ സ്പോട്ടൊക്കെ ഉണ്ട്, നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം. ഇവിടെ നിന്ന് കല്ലൊക്കെ കയറി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ പോയാലും പിന്നെ ഫോട്ടോസാണല്ലോ മെയിൻ. അങ്ങനെ ഫോട്ടോസൊക്കെ കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടേക്ക് നിന്ന് കുറച്ച് നേരം, എന്നാലും ബോട്ടിൽ കയറാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും പോയി കണ്ടു. എന്നിട്ട് ഞങ്ങളിങ്ങ് തിരിച്ച് വരുവാണ് ചെയ്തത്. അപ്പം എന്താ പറയുക, വലിയൊരു ഇതാണ്. പക്ഷെ ഡാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെയൊക്കെ നാട്ടിലെ തെമ്മല ഡാം, അതുപോലെ നെയ്യാർ ഡാം, അതുപോലെ ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്ന ഡാം, അതായത് നമുക്കിങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് ഞാൻ കണ്ടില്ല. ഇനി അത് പിന്നെ ബാക്കിലോട്ടാണ് ഉണ്ടാകുന്ന അറിയത്തില്ല. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി. അപ്പോൾ നല്ല വൈബായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. ബൈ.